ഹലോ എവരിവൺ, ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഭാരതീയ ന്യായ സംഹിത. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് 1962 റീപ്ലേസ് ചെയ്ത് വന്ന പുതിയ ലോ ഭാരതീയ ന്യായ സംഹിത. ഇതിൻ്റെ കൂടെ രണ്ട് ലോയും കൂടെയാണ് മാറി വന്നത്. ഒന്ന് CRPC, വേറൊന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. IPC ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റിപ്പീലായി അല്ലെങ്കിൽ അമെൻഡായി പുതിയതായിട്ട് വന്ന ഭാരതീയ ന്യായ സംഹിത. അതിനെ ഇംഗ്ലീഷിലോട്ട് മാറ്റിയ ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ലീഗലി ഇല്ലെങ്കിൽ എപ്പോഴും പറയുമ്പോൾ BNS അഥവാ ഭാരതീയ ന്യായ സംഹിത എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ, പിന്നെ കഴിഞ്ഞു പോയ IPCയിൽ എന്തൊക്കെയായിരുന്നു കുറവ്, എന്താണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആക്ടിലോട്ട് പോകാം. ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC. It was the main criminal code of India for 160 years until it was replaced by ഭാരതീയ ന്യായ സംഹിത 2023. IPC നമ്മുടെ ഇന്ത്യയിലെ മെയിൻ ക്രിമിനൽ കോഡാണ്. എന്തൊക്കെ ഒഫൻസാണ് കൊടുക്കുന്നത്, എന്തൊക്കെ പീനലൈസാണ് നമ്മൾ ചെയ്യുന്നത്, ഏതൊക്കെ പണിഷ്മെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് IPCയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് ഒരു റീവാമ്പ് കഴിഞ്ഞാണ് ഭാരതീയ ന്യായ സംഹിത 2023 കൊണ്ടുവന്നത്. നമ്മൾ ഈ ഭാരതീയ ന്യായ സംഹിത 2023 എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, പാർലമെൻറ്റിൽ പാസ്സായി പ്രസിഡൻറ്റ് സൈൻ വെച്ചത് 2023. സോ BNS എന്നുള്ള ആക്ട് 2023 പാസ്സായി. പക്ഷേ അത് ഇഫക്റ്റീവ് അല്ലെങ്കിൽ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ എനാക്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1 ജൂലൈ 2024 നിന്നാണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. എഫക്റ്റീവ് സ്റ്റാർട്ടിങ് ചെയ്തത് 1 ജൂലൈ 2024 നിന്നാണ്. സോ അതിന് മുമ്പേ ഉള്ള നിയമങ്ങളെല്ലാം 1 ജൂലൈ 2024 മുമ്പേ ഉള്ള നിയമങ്ങളെല്ലാം നമ്മൾ IPC ഫോളോ ചെയ്ത് തന്നെ വരും. ഈ ലോയിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ മുമ്പോട്ട്, ഈ 1 ജൂലൈ 2024 മുമ്പോട്ടുള്ള ഇതിൽ നിന്നും ഈ ഇപ്പോൾ വന്ന ഭാരതീയ ന്യായ സംഹിത ബാധകമല്ല. നേരത്തെ ഉള്ളത് IPC തന്നെയാണ് ബാധകം. IPC ഫോളോ ചെയ്ത് വന്നിട്ട് 1 ജൂലൈ 2024 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത. സോ പർപ്പസ് ഓഫ് IPCയുടെ എന്തായിരുന്നു പർപ്പസ്? കോഡിഫൈ ക്രിമിനൽ ലോ. ക്രിമിനൽ ലോയിനെ കോഡിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പീനലൈസ് ചെയ്യുക, ഒഫൻസ് എന്തൊക്കെയാണെന്നുള്ള ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു IPCയിൽ കൊടുത്തിരുന്നത്. അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ, ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല IPC. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ഡിഫറൻസ്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് എ യൂണിഫോം ലീഗൽ ഫ്രെയിംവർക്ക് അക്രോസ് പ്രൊവിൻസസ്. യൂണിഫോം ലീഗൽ ഫ്രെയിംവർക്ക് ആയിരുന്നു IPCയിലുള്ളത്. യൂണിഫോം ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ കണക്ക് നിയമം ബാധകമായിരുന്നു, എല്ലാ സ്റ്റേറ്റിലും ബാധകമാണ്. അതിപ്പോഴും സെയിം അതേ കണക്കാണ് നമ്മുടെ BNS ഇല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത. ഇപ്പോഴും യൂണിഫോംലി ആണ്, അതൊരു ലീഗൽ ഫ്രെയിംവർക്കാണ്. നെക്സ്റ്റ്, ടു ഡിഫൈൻ ക്രിമിനൽ ആക്ട്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ഇൻ എ ക്ലിയർ മാനർ. ഡിഫൈൻ ക്രിമിനൽ ആക്ട്സ്, ക്രിമിനലിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത്, എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിലെ പണിഷ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് IPCയിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എപ്പോഴാണ് വന്നത്? 1860. IPC 1860 വന്നത്. ബട്ട് ദെൻ അതിനെ പിന്നും എൻഫോഴ്സ് ചെയ്തത് 1862. സോ ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് തോമസ് ബഗിങ്ടൺ മക്ലേ ആൻഡ് ദ ഫസ്റ്റ് ലോ കമ്മീഷൻ ലെഡ് ബൈ തോമസ് ബാബിങ്ടൺ മാക്ലേ ആണ് IPC കൊണ്ടുവന്നത്. ഇനാക്റ്റഡ് ഇൻ 1860, എനാക്ട് ചെയ്തത് 1860, എൻഫോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 1862 അക്രോസ് ബ്രിട്ടീഷ് ഇന്ത്യ. അക്കാലത്ത് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ നമ്മൾ പേര് പറയുന്നു, അതുകൊണ്ടാണ് നമ്മൾ പേര് പറയുന്നത്. ടോട്ടൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. IPCയിലെ കാര്യമാണ് പറയുന്നത്. ടോട്ടൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം അതിനെ റിപ്പീൽ ചെയ്താണ് പുതിയ ലോ വന്നിരിക്കുന്നത്.
പർപ്പസ് എന്തായിരുന്നു? ടു ഡിഫൈൻ ക്രൈംസ് ആൻഡ് പ്രിസ്ക്രൈബ് പണിഷ്മെൻറ്റ്. അതിൻ്റേതായ ക്രൈംസും പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന പണിഷ്മെൻറ്റ്സും കൊടുക്കാനുള്ളതായിരുന്നു IPC ഉദ്ദേശം. വൈ വാസ് ദെയർ എ നീഡ് ഫോർ എ ന്യൂ ലോ? ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. എന്തുകൊണ്ട് ഈ ലോ മാറി, അല്ലെങ്കിൽ എന്തായിരുന്നു പുതിയ ലോ BNSൻ്റെ ആവശ്യം? എന്തുകൊണ്ട് ഇത്രയും ചേഞ്ചസ് വന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പേരൊക്കെ മാറ്റി ഒരു പുതിയ ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് റീസൺ, കൊളോണിയൽ ഒറിജിൻ. IPC വാസ് ഡ്രാഫ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഇൻ 1860 ടു കൺട്രോൾ ഇന്ത്യൻസ്, നോട്ട് ടു സെർവ് ജസ്റ്റിസ്. അത് നമുക്ക് നോട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് IPC. നമ്മൾ ഇന്ത്യക്കാരല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇന്ത്യക്കാരുണ്ടാക്കുന്നതല്ല ഈ നിയമം. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻസിനെ പണിഷ് ചെയ്യാനുണ്ടാക്കിയ ലോ ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ്. ഇറ്റ്സ് പർപ്പസ് വാസ് നോട്ട് ടു സെർവ് ജസ്റ്റിസ്. ജസ്റ്റിസ് സെർവ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ഉദ്ദേശം. ഇന്ത്യൻസിനെ പണിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ കോർ ഉദ്ദേശം. നെക്സ്റ്റ്, ഇറ്റ് റിഫ്ലക്റ്റഡ് എ ഫോറിൻ ലീഗൽ ഫിലോസഫി, നോട്ട് ഇന്ത്യൻ വാല്യൂസ്. അതൊരു മെയിൻ പോയിൻ്റാണ്. ബ്രിട്ടീഷുകാർ ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ഫിലോസഫി യൂസ് ചെയ്തിട്ടാണ് അവർ ഈ നിയമം ഉണ്ടാക്കിയിരുന്നത്. അല്ലാതെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ചോ ഇല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷനനുസരിച്ചോ അല്ലായിരുന്നു ആ നിയമം. അപ്പോൾ ഒരു ഫോറിൻ ഫിലോസഫി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, നോട്ട് അണ്ടർ ഇന്ത്യൻ വാല്യൂസ്. ഇന്ത്യൻ വാല്യൂസിൻ്റെ അണ്ടറിലല്ല അത് ഡിസ്കസ് ചെയ്തത്, ഇല്ലെങ്കിൽ ആ നിയമം പാസ്സാക്കിയത്. സെക്കൻഡ്, ഔട്ട്ഡേറ്റഡ് ആൻഡ് വേഗ് പ്രൊവിഷൻസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻറ്റ് കൊണ്ടുവന്നാലും എത്ര അമെൻമെൻറ്റ് കൊണ്ടുവരും, എത്ര ചേഞ്ചസ് കൊണ്ടുവരും? സോ മെനി സെക്ഷൻസ് യൂസ്ഡ് ആർക്കിയക് ആൻഡ് കോംപ്ലക്സ് ലാംഗ്വേജ്. ഒന്നാമത് നമ്മുടെ ഈ IPCയിൽ കൊടുത്തിരുന്ന നിയമം വളരെ ടഫ് ലാംഗ്വേജ് ആണ്. ഒരു ഓർഡിനറി പേഴ്സണിന് മനസ്സിലാവില്ല. വായിച്ചിട്ടും എന്താണ് ആ നിയമത്തിൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓരോ സെക്ഷനും അല്ലെങ്കിൽ സബ് ക്ലോസും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. നെക്സ്റ്റ്, ഡിഡ് നോട്ട് റിഫ്ലക്റ്റ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ ഓർ സോഷ്യൽ ചേഞ്ചസ്. നമ്മൾ ഈ പറയുന്ന കണക്ക് 160 വർഷം പഴയ നിയമമാണ്. അതിപ്പോൾ എത്രത്തോളം പ്രാബല്യത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആയിക്കഴിഞ്ഞു. ഇന്ത്യൻ സൊസൈറ്റി ഒരുപാട് മാറിക്കഴിഞ്ഞു. മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ ഓർ സോഷ്യൽ ചേഞ്ചസ്, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. സോ അതിനനുസരിച്ച് നിയമം കൊണ്ടുവരാനാണ് പുതിയ BNS കൊണ്ടുവന്നത്. തേർഡ്, ഇഗ്നോർഡ് മോഡേൺ ക്രൈംസ്. മോഡേൺ ക്രൈംസിനെ ഇഗ്നോർ ചെയ്യുമായിരുന്നു IPC. ഇഗ്നോർ അല്ല ബേസിക്കലി ചെയ്യുന്നത്, അത്രയും പഴയ കാലത്ത് ഈ ഉള്ള ഇപ്പോഴത്തെ പുതിയ ക്രൈംസൊന്നും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ആ നിയമങ്ങളും ഇല്ലെങ്കിൽ ആ ക്രൈംസിനെ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ പണിഷ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയ ലോ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൈബർ ക്രൈം ആയിക്കോട്ടെ, മോബ് ലിഞ്ചിങ് ആയിക്കോട്ടെ, ഓർഗനൈസ്ഡ് ക്രൈം ആയിക്കോട്ടെ, ടെററിസം ആയിക്കോട്ടെ, ഓൺലൈൻ ഫ്രോഡ്. ഇപ്പോൾ നമ്മൾ ശരിക്കും കാണുന്നുണ്ട് ഓൺലൈൻ ഫ്രോഡും സൈബർ ക്രൈമും. പിന്നെ ഡിജിറ്റലി എവിഡൻസ് സൂക്ഷിക്കാനുള്ള കണ്ടീഷൻസ് ഇല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, ഇല്ലെങ്കിൽ എത്രത്തോളം ഡിജിറ്റൽ എവിഡൻസ് ആക്സെപ്റ്റബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം BNSൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും IPCയിൽ ഇല്ലായിരുന്നു. ദോ നമ്മൾ വേറെ ആക്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഡിറൈവ് IT ആക്ടിൽ നിന്നും പല ആക്ടിൽ നിന്നും നമ്മൾ കുറേ ക്രൈംസ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കറക്റ്റ് ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഇല്ലായിരുന്നു ഇതിനെ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ BNS വന്നപ്പോൾ ഈ പറയുന്ന എല്ലാ ക്രൈമുകളും, സൈബർ ക്രൈം ആയിക്കോട്ടെ, ടെററിസം ആയിക്കോട്ടെ, ഓൺലൈൻ ഫ്രോഡ് ആയിക്കോട്ടെ, ഏതൊരു ക്രൈമും അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിൽ ഇറക്കിയത്. നെക്സ്റ്റ്, too many amendments made it complex. Over time, the IPC was heavily amended, making it bulky and inconsistent. This led to confusion in interpretation and implementation. നമ്മൾ IPCയിൽ കുറേ തവണ അമെൻമെൻറ്റ് കൊണ്ടുവന്നു, പുതിയ ക്ലോസുകൾ കൊണ്ടുവന്നു, കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തി. അതുകൊണ്ട് പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ചാൽ പ്രശ്നം ഗുരുതരമായതേ ഉള്ളൂ. ഓരോ അമെൻമെൻറ്റ് വരുമ്പോഴും അവിടെ ഒരു പ്രശ്നം ലാക്ക് ചെയ്യും, ഇവിടെ ഒരു പ്രശ്നം ലാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു റൂളിനെ കംപ്ലീറ്റ്ലി മാറ്റിയേ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുമ്പോൾ ക്രൈംസും അതിൻ്റെ ഡെഫിനേഷനും പണിഷ്മെൻറ്റ്സും എല്ലാം ഏറെക്കുറെ സെയിമാണ്. ചില പണിഷ്മെൻറ്റ്സ് കൂട്ടുകയും ചില പണിഷ്മെൻറ്റ്സ് കുറയ്ക്കുകയും ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ടെങ്കിലും ക്രൈംസൊക്കെ അതേ കണക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പുതിയ കുറേ ക്രൈംസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പഴയ ക്രൈംസിനെ എക്സിസ്റ്റിംഗ് ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം IPC വളരെ ഒരു അമെൻഡ് ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുവന്നു.
പക്ഷേ അതിനെ ഒരു ടോട്ടൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻസും പ്രസൻറ്റ് ചാലഞ്ചസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് BNS മൊത്തവും റിവാമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ദിസ് ലെഡ് ടു കൺഫ്യൂഷൻ ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. നിയമത്തിനെ അല്ലെങ്കിൽ കൊണ്ടുവന്ന ലോയിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പണിഷ്മെൻറ്റിന് അത് വേറെ എന്തെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ വരാതിരിക്കാനാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, വിക്ടിംസ് റൈറ്റ്സ് നിഗ്ലക്റ്റഡ്. The IPC was offender focused with less attention to victims protection. IPC കൂടുതലും ഒഫൻഡ് ചെയ്ത ആളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു IPC ഉള്ളത്. വിത്ത് ലെസ് അറ്റൻഷൻ വിക്ടിമിൻ്റെ പ്രൊട്ടക്ഷൻ. ഏതൊരു രീതിയിലും ഒരു വിക്ടിം ആയിക്കോട്ടെ, ഏതൊരു ക്രൈമിൻ്റെ വിക്ടിം ആയിക്കോട്ടെ, ആ വിക്ടിമിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി അധികം അല്ലെങ്കിൽ ഒന്നുമേ വളരെ കുറച്ച് മാത്രമേ IPCയിൽ അത് കൊടുത്തിട്ടുള്ളായിരുന്നു. BNSൽ അതിൽ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് ഫോർ ദ വിക്ടിംസ് പ്രൊട്ടക്ഷൻ. നോ ക്ലിയർ ടൈം ലൈൻസ് ഫോർ ജസ്റ്റിസ് ഓർ സപ്പോർട്ട് ഫോർ വിക്ടിംസ്, എസ്പെഷ്യലി വുമൻ ആൻഡ് ചിൽഡ്രൻ. ഒരു ക്ലിയർ ടൈം ലൈനോ ഇല്ലെങ്കിൽ ജസ്റ്റിസോ ഇല്ലെങ്കിൽ സപ്പോർട്ട് വിക്ടിംസിന് വേണ്ടി ക്ലിയർ ആയിട്ടൊന്നുമേ BNSൽ പറഞ്ഞിട്ടില്ലായിരുന്നു. എസ്പെഷ്യലി ആർക്കൊക്കെ വേണ്ടി? വുമൻസും ചിൽഡ്രനും വേണ്ടി. ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻ. IPC ഈ പറഞ്ഞ കണക്ക് 160 വർഷം പഴയ നിയമമാണ്. അപ്പോഴത്തെ കാലത്ത് അത്ര ഡിജിറ്റൽ ഡിവൈസസ് ഇല്ലായിരുന്നു, CCTV ഇല്ലായിരുന്നു, ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഇല്ലായിരുന്നു. ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളെ അന്നത്തെ കാലത്തുള്ളൂ. അപ്പോൾ അന്നെല്ലാം ഈ റൈറ്റിങ്സ് ആണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഇപ്പോൾ അത് മോറോവർ എല്ലാം ഡിജിറ്റലായി. അപ്പോൾ ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻ. നിയമത്തിൽ IPCയിൽ ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻ ഇല്ലായിരുന്നു. അത് മറിച്ച് ഇപ്പോഴത്തെ BNSൽ ഡിജിറ്റൽ എവിഡൻസ്, CCTV, ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെക് എനേബിൾഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽസ് ഇപ്പോൾ BNSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെക് എനേബിൾഡ് എന്തൊക്കെ ഫോറൻസിക് രീതിയിലോ ഇല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് നമുക്ക് എന്തെല്ലാം രീതി യൂസ് ചെയ്തൊരു കേസിനെ കണ്ടുപിടിക്കാമോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് BNS ഇറക്കിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിലേ ഇൻ ജസ്റ്റിസ് ഡെലിവറി. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ജസ്റ്റിസ് എത്ര ഡിലേ ആവുന്നോ അത്രയും ജസ്റ്റിസ് ഡിനേ ആയിക്കൊണ്ടായിരിക്കുന്നത്. സോ കറക്റ്റ് ടൈമിൽ ട്രയൽസ് നടത്തുക, കറക്റ്റ് സമയത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. IPC പ്രൊസീജിയേഴ്സ് ഓഫൻ ലെഡ് ടു ലോങ് ട്രയൽസ് ആൻഡ് ഡിലേസ്. IPCയിലുള്ള പ്രൊസീജിയേഴ്സ് ലോങ് ഡിലേസിനും ലോങ് ട്രയൽസിനും കാരണമാവുന്നുണ്ടായിരുന്നു. ട്രയൽ നീണ്ടു പോവുക, എവിഡൻസ് പിന്നും ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം ഈ ട്രയലുകൾ നീണ്ടുപോകും. ഡിലേ ഇങ്ങനെ കേസുകൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുക, ഡേ ടു ഡേ, ഒരേ ഡേ കഴിഞ്ഞ് ഒരേ ഡേറ്റ് കൊടുക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈം ബൗണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ട്രയൽസ് ഫോർ ഫാസ്റ്റർ ജസ്റ്റിസ്. ടൈം ബൗണ്ട് ഇൻവെസ്റ്റിഗേഷനും ട്രയലും ഫാസ്റ്റർ ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, നീഡ് ഫോർ ഇന്ത്യനൈസ്ഡ് ക്രിമിനൽ കോഡ്. നേരത്തെ പറഞ്ഞ കണക്ക് ബ്രിട്ടീഷ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് വന്ന് നമുക്ക് ഒരു IPC ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രിമിനൽ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയത്. അത് ഇന്ത്യൻ വാല്യൂസിനോട് യോജിച്ച് പോകാത്ത നിയമമായിരുന്നു. നൗ ഇറ്റ് ഈസ് എൻ ഇന്ത്യനൈസ്ഡ് ക്രിമിനൽ. ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രിമിനൽ സിസ്റ്റം അതിൻ്റേതായ പണിഷ്മെൻറ്റ്സുമാണ് ഇപ്പോഴത്തെ BNSൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ലോ മെയ്ഡ് ബൈ ഇന്ത്യൻസ് ഫോർ ഇന്ത്യൻസ് ആൻഡ് സ്യൂട്ടഡ് ഫോർ ഇന്ത്യൻ കണ്ടീഷൻസ്. 3 കാര്യങ്ങളാണ്. ക്രിമിനൽ ലോ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നു, ബൈ ഇന്ത്യൻസ്, ഇന്ത്യനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്യൂട്ടഡ് ഫോർ ഇന്ത്യൻ കണ്ടീഷൻ, ഇന്ത്യൻ്റെ കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിയമങ്ങൾ ഇറക്കിയിരിക്കുന്നത്. BNS is written in simpler language reflecting Indian society values and priorities. BNS ആയപ്പോഴത്തേക്കും IPCയുടെ അത്ര ഹാർഡ് ലാംഗ്വേജ് അല്ലാതെ കുറച്ചുകൂടെ സിമ്പിളാക്കി. ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോഴും ഡയറക്റ്റ് വായിക്കാൻ കട്ടി തന്നെയാണ്, പാട് തന്നെയാണ്. പക്ഷേ
അതിനെ കുറേ കൂടെ സിംപ്ലറും ഈസി വേയും ആക്കിയിട്ടാണ് BNS ആക്ട് ഇറക്കിയിരിക്കുന്നത്. സോ ദാറ്റ് നോർമൽ പീപ്പിൾ, കോമൺ ഒരു മാൻ അത് ആ നിയമം വായിക്കുമ്പോൾ ആ ആൾക്ക് മനസ്സിലാവണം എന്താണ് നിയമത്തിൽ കൊടുത്തേക്കുന്നത് എന്നുള്ളത്. ഇനി ഭാരതീയ ന്യായ സംഹിത 2023 എന്താണ് BNS? സോ ഭാരതീയ ന്യായ സംഹിത പ്രൊവൈഡ്സ് കംപ്ലീറ്റ് ജസ്റ്റിസ് ഇൻ ഇന്ത്യൻ വേ, അഡ്രസ്സിങ് ഓൾ ന്യൂ റിലവൻറ്റ് ക്രൈംസ് ആൻഡ് ഇറ്റ്സ് പണിഷ്മെൻറ്റ്. അതിനെയാണ് ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, ഭാരതീയ ന്യായ സംഹിതയെ ഡീകോഡ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്നുള്ളതാണ്. സോ അത് പ്രൊവൈഡ് കംപ്ലീറ്റ് ജസ്റ്റിസും ഇന്ത്യൻ വേയിൽ എല്ലാ റിലവൻറ്റ് ക്രൈംസിനെയും അഡ്രസ്സ് ചെയ്തിട്ടാണ് BNS കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഭാരതീയ ന്യായ സംഹിത ഈസ് ദ പ്രൈമറി ലോ ദാറ്റ് ഡിഫൈൻസ് ക്രൈംസ്, പണിഷ്മെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ക്രിമിനൽ ഒഫൻസ് ഇൻ ഇന്ത്യ ടെറിട്ടറിയിലുള്ള ഏതൊരു ക്രൈംസും, ഏതൊരു ക്രിമിനൽ ക്രൈമിനെയും അതിൻ്റെ പണിഷ്മെൻറ്റിനെയും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെയും ഡിഫൈൻ ചെയ്യുന്നതാണ് ഭാരതീയ ന്യായ സംഹിത. ഇറ്റ് ഗവേൺസ് എവ്രിതിങ് ഫ്രം മർഡർ, തെഫ്റ്റ്, റേപ്പ്, കിഡ്നാപ്പിംഗ് ടു സൈബർ ക്രൈം, ടെററിസം ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം. എല്ലാ നിയമങ്ങളും എല്ലാ ക്രൈമിനെയും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മർഡർ ആയിക്കോട്ടെ, തെഫ്റ്റ് ആയിക്കോട്ടെ, റേപ്പ് ആയിക്കോട്ടെ, കിഡ്നാപ്പിംഗ് ആയിക്കോട്ടെ, സൈബർ ക്രൈം, ടെററിസം, ഓർഗനൈസ്ഡ് ക്രൈം, എല്ലാ ക്രൈമിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് BNS ഇറക്കിയിരിക്കുന്നത്. സോ ഇതൊക്കെ IPCയിലുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സൈബർ ക്രൈമോ ടെററിസമോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈമിനെ പറ്റി വലിയ ധാരണ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലും മർഡർ, തെഫ്റ്റ്, റേപ്പ് ആൻഡ് കിഡ്നാപ്പിങ്ങിലുള്ള കാര്യങ്ങൾ ഓൾറെഡി IPCയിലുള്ളതായിരുന്നു. നമ്മൾ അമെൻമെൻറ്റ് വന്ന് കുറേ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഒരു ക്ലീൻ ബുക്കായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ലോ ആയിട്ട് കൊണ്ടുവരാനാണ് BNS കൊണ്ടുവന്നത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിനെ ഇൻ്റർകണക്ട് ചെയ്തിട്ട് എന്തൊക്കെ ക്രൈംസിന് എന്തൊക്കെ പണിഷ്മെൻറ്റ്സാണ് കൊടുക്കേണ്ടതെന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് BNSൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണുള്ളത്? നെയിം, ഭാരതീയ ന്യായ സംഹിത 2023. ഈ പേര് ഓർമ്മിച്ച് വയ്ക്കുക. അതിനാണ് ഞാൻ ഈ പേര് പിന്നും റിമെമ്പർ ചെയ്യാൻ വേണ്ടിയാണിത് പറയുന്നത്. BNS ഭാരതീയ ന്യായ സംഹിത അഥവാ IPCനെ റിപ്പീൽ ചെയ്ത് കൊണ്ടുവന്ന പുതിയ നിയമം 2023 റീപ്ലേസസ് ഇന്ത്യൻ പീനൽ കോഡ്. കെയിം ഇൻ ടു ഫോഴ്സ് 1 ജൂലൈ 2024. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? BNS ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ യൂണിയൻ മിനിസ്റ്ററാണ് അമിത് ഷാ നയിച്ച് കൊണ്ടുപോകുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അവരാണ് BNS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് സെക്ഷൻ ഇപ്പോൾ 358 സെക്ഷൻസ് ആണുള്ളത്. നേരത്തെ 511 സെക്ഷൻസ് ആയിരുന്നു IPCയിലുള്ളത്. അതിനെ കുറച്ച് 358 സെക്ഷൻസ് ആക്കിയിട്ടുണ്ട്. 20 തിമാറ്റിക് ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ BNSൽ 20 തിമാറ്റിക് ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ലാംഗ്വേജ് സിംപ്ലർ, ക്ലിയർ, ഇൻക്ലൂഡ്സ് ജെൻഡർ ന്യൂട്രൽ ആൻഡ് ടെക് ഇൻക്ലൂസീവ് ടേം. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ആണ്. അതൊരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, പണിഷ്മെൻറ്റ്സ് ആർ ഈക്വൽ. ടെക്, പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ക്രൈംസ്, സൈബർ ക്രൈംസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേറൊരു ഏതൊരു രീതിയിലുള്ള ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനെയും BNSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.